എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതൊരു പഴയ സാരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ലൈനിങ്. നമുക്ക് ലൈനിങ്ങിൽ ആദ്യം ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇതേപോലെ നാലാക്കി മടക്കിയിടുക. ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ യോക്കിൻ്റെ ഇറക്കം 14 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 15 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഷോൾഡർ 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആം ഹോള് 6 ഇഞ്ച്. ചെസ്റ്റ് നമുക്ക് ആകെ വേണ്ടത് 9 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്യുക. വേസ്റ്റ് വന്നിട്ട് നമുക്ക് 30 ഇഞ്ചാണ്. അപ്പോൾ 7.5, ഒരു അരഞ്ച് അധികം കൊടുക്കാം. കാരണം നമ്മളിവിടെ ബെൽറ്റ് വയ്ക്കുന്നുണ്ട്. ഏകദേശം 1.5 ഇഞ്ച് തയ്യത്തുമ്പ് വയ്ക്കുക. ഇവിടെ തയ്യത്തുമ്പ് കുറച്ച് കുറവാണ്. ആവശ്യമെങ്കിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ നെക്ക് വന്നിട്ട് നെക്കിൻ്റെ വീതി 4 ഇഞ്ച്. ഇങ്ങോട്ട് ഇറക്കവും 4 ഇഞ്ച് തന്നെ കൊടുക്കാം. തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 4 ഇഞ്ച്. ഇവിടെ ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കാം. ഇവിടെ നമ്മളൊരു ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ആം ഹോൾ വരയ്ക്കാം. ഇവിടെ ഒരു അരഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്ക് നെക്ക് 2 ഇഞ്ചാണ് ആകെ ഇടുന്നത്. ബാക്ക് നെക്ക് ഇതേപോലെ വരച്ചിട്ട് ബാക്ക് ആദ്യം കട്ട് ചെയ്യാം. അതിനുശേഷം ബാക്ക് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അല്ല, ഇനി ഇതിൽ നമുക്ക് ഇതിൻ്റെ സ്കർട്ട് കട്ട് ചെയ്യാം. നമുക്ക് 14 ഇഞ്ച് യോക്ക് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കം വേണ്ടത് 49 ഇഞ്ചാണ്. അപ്പോൾ ആ 49 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇത് മടക്കി അടിക്കുമ്പോൾ കുറച്ച് കുറഞ്ഞു വരും. നമ്മൾ തുണിയിൽ വീതിയിലൊരു ലെയർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ലൈനിങ് നമുക്ക് ഒറ്റ പീസായിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി നമുക്കിത് സാരി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സാരി ഇതേപോലെ നാലാക്കി മടക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്ക് വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ നമുക്കൊരു 3/4 ഇഞ്ച് ഇതേപോലെ ചെരിച്ച് കട്ട് ചെയ്യാം. നമുക്ക് സൈഡ് തൂങ്ങാതിരിക്കാനാണ്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ ഇറക്കം 10.5 ഇഞ്ചാണ്. അപ്പോൾ തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് മടക്കി അടിക്കാൻ മാർക്ക് ചെയ്യുക. ഇത് സാധാ സ്ലീവാണ്. പഫ് സ്ലീവ് ആണെങ്കിൽ ഇത് ഫുള്ളായിട്ട് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്താൽ മതി. ഇങ്ങോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആം ഹോൾ വേണ്ടത് 8 ഇഞ്ചാണ്. ഒരു 7.25 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ അത് 8 ഇഞ്ച് തന്നെ കിട്ടും. അതിനുശേഷം ഇവിടെ നിന്ന് ഇതേപോലെ ഷേപ്പ് വരയ്ക്കുക. ഒരു അരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു 5.5 ഇഞ്ച് റൗണ്ട് കൊടുക്കാം. ഇവിടെ ഒന്ന് ചെരിച്ച് വരയ്ക്കുക. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കാം.
ഇനി ഇത് കട്ട് ചെയ്യാം. സ്ലീവിൽ നമ്മൾ ലൈനിങ് കൊടുക്കുന്നില്ല. ഇതൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫ്രണ്ട് നെക്കിൽ ഒരു ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു അത് റിബൺ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ആകെ വരുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ ആ 3 ഇഞ്ച് വീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് ഫ്രില്ലിനാണ്. ഇനി അടിയിൽ ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു 12 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഒരു ലെയർ കൊടുക്കുന്നത്. അടിയിൽ മടക്കി അടിക്കാനും തയ്യത്തമ്പും കൂടെ ചേർത്തിട്ട് ഒരു 13 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ 4 പീസ് വേണം. ഫ്രണ്ടിലേക്ക് നമുക്ക് 2 പീസ്, ബാക്കിലേക്ക് 2 പീസ്. അപ്പോൾ അതേപോലെ 4 പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതേപോലെ 2 മടക്കായിട്ട് മടക്കിയിടുക. നമുക്ക് യോക്ക് 14 ഇഞ്ചാണ്. ഇത് ഇവിടെ അരഞ്ച് മാർക്ക് ചെയ്തിട്ട് 14 ഇഞ്ച് ഇവിടെ വയ്ക്കുക. പിന്നെ ഇറക്കം വേണ്ടത് 49 ഇഞ്ചാണ്. ഇതിന്ന് നമുക്കൊരു 12 ഇഞ്ച് നമ്മൾ ഒരു ലെയർ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കുറയ്ക്കണം. ഒരു 11 ഇഞ്ച് കുറയ്ക്കുക. കാരണം നമുക്ക് തയ്യത്തുമ്പ് പോകും. ഇനി ഇതിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ സ്ലീവ് തയ്ക്കാം. ഇത് ഒരു അരഞ്ച് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് അടിക്കാം. അരഞ്ച് വീതിയിൽ. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് തയ്ക്കാം. ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് ചേർത്ത് അടിക്കാം. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഏതായാലും ഇത് തയ്ച്ചതിന് ശേഷം കട്ട് ചെയ്യാം. ഇനി ബാക്കിയുള്ള സൈഡെല്ലാം ചേർത്തടിക്കാം. അതേപോലെ അധികമുള്ള തയ്യത്തുമ്പ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇവിടെ ഒരു ഗാദറിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിതിൽ 3 ഇഞ്ച് വീതിയുള്ള തുണിയാണ് എടുത്തത്. ഇതിൻ്റെ ഒരു സൈഡ് മടക്കി അടിക്കുക ചെറുതായിട്ട്. അപ്പോൾ ഇതേപോലെ ഗാദറിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഗാദറിങ് 2-3 രീതിയിൽ ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. ഇനി ഈ ഫ്രണ്ട് നെക്കിൻ്റെ ഒപ്പം വെച്ചിട്ട് ഒരു 4 ഇഞ്ചിൽ തയ്ച്ചെടുക്കാം. അതിനുശേഷം ഇതേപോലെ ഏകദേശം ഒരു 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിവശത്തു നിന്ന് 4 ഇഞ്ച് വീതിയിൽ അറ്റാച്ച് ചെയ്യുക. ഇതേപോലെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിവശത്തു നിന്ന് 4 ഇഞ്ച് വീതിയിൽ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഈ പീസ് ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിലെ ഒരു തയ്യലിടാം. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട് നെക്ക് അടിച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ ബാക്ക് ലൈനിങ്ങും കൂടെ ചേർത്ത് അടിക്കുക. ഇനി ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ 4 ഇഞ്ച് ഇവിടെ തയ്യത്തുമ്പ് എക്സ്ട്രാ വരണം. നമുക്കിത് ഫ്രണ്ട് ഫിനിഷ് ചെയ്തുകൊണ്ട് ഇവിടെ 4 ഇഞ്ച് എക്സ്ട്രാ വരും. ഇവിടെ ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം.
ഇനി ഈ ബാക്ക് നെക്ക് തയ്ക്കാം. അത് ഇതേപോലെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുക്കുക. എന്നിട്ട് മടക്കിയിട്ട് ഇവിടെ നിന്ന് തയ്ച്ചു തരാം. അതിനുശേഷം അത് തിരിച്ചിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കുക. എന്നിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് തയ്ച്ചെടുക്കാം. ഇപ്പോൾ അതേപോലെ ബാക്ക് നെക്ക് തയ്ച്ചെടുക്കാം. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് കുറേശ്ശെ കുറവ് വരുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടെ കട്ട് ചെയ്ത് വലുതാക്കാം. ഇനി ഇത് അറ്റാച്ച് ചെയ്യാം. അതേപോലെ സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോട്ടം തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഈ 4 പീസ് ജോയിൻ ചെയ്തിട്ട് ഗാദറിങ് ചെയ്യണം. അതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ അടിയിൽ ലെയർ കൊടുക്കുന്ന പീസ് ഒരു സൈഡ് 4 ഇഞ്ച് വീതിയിൽ മടക്കിയെടുക്കുക. അതിനുശേഷം അതേപോലെ ഗാദറിങ് ഇട്ട് എടുക്കുക. ഇനി നമ്മുടെ ഈ സ്കർട്ടിൻ്റെ അടിയിലേക്ക് ഇത് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഗാദറിങ് ചെയ്ത പീസ് ഇതിനോട് ചേർത്ത് അടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ മേലെ ഒരു തയ്യലിടാം. ഇനി ഈ പീസും ലൈനിങ്ങും കൂടെ ചേർത്ത് അടിക്കാം. അപ്പോൾ ലൈനിങ്ങും കൂടെ ചേർത്ത് അടിച്ചതിന് ശേഷം ഇവിടെ നമുക്ക് ചെറിയ പ്ലീറ്റുകളാണ് ഇടുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് വീതിയിൽ പ്ലീറ്റുകൾ ഇട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് വീതിയിൽ പ്ലീറ്റുകൾ ഇടുക. ഇതിൻ്റെ നമ്മൾ ഫ്രണ്ടിൻ്റെ തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് എത്ര വേണ്ടിച്ചാൽ അതിനൊപ്പം തന്നെ കറക്റ്റ് ചെയ്യുക. അതിനുശേഷം അത് ചേർത്തടിക്കാം. ഒരു തൈലും കൂടി ഇടാം. ഇനി ബാക്ക് വശം അതേപോലെ ചേർത്തടിക്കാം. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ ബോട്ടം ഒന്ന് മടക്കി അടിക്കാം. അപ്പോൾ അതേപോലെ ലൈനിങ്ങിൻ്റെ ബോട്ടം ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 1.5 ഇഞ്ചാണ് തയ്യത്തുമ്പ് ഇട്ടത്. അപ്പോൾ ആ 1.5 ഇഞ്ച് തയ്യത്തുമ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യാൽ മതി. ഇവിടെ നമുക്കൊരു ബെൽറ്റ് വയ്ക്കാം. ഇതൊരു 1.5 ഇഞ്ച് വീതി വെച്ചാൽ മതി. അതേപോലെ സൈഡും അടിച്ചിട്ട് തിരിച്ചെടുക്കുക. നീളം ഒരു 20-22 ഇഞ്ചൊക്കെ വയ്ക്കാം. ഇത് സൈഡ് അടിക്കുമ്പോൾ ഇതിനകത്ത് വെച്ച് കൊടുക്കുക. ഇവിടെ ഈ ജോയിൻറ്റിന് തൊട്ട് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ചടിച്ചാൽ മതി. ബോട്ടത്തേക്ക് നമുക്ക് 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മതി. ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ഒരു തയ്യൽ ഇടാം. ഇനി ഇതേപോലെ ഈ സൈഡും അടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ 2 സൈഡും അടിച്ചതിന് ശേഷം നമ്മൾ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടിമറിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.